ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. കാര്യം ആർക്കും എവിടെയും പോകുകയൊന്നും വേണ്ട, വീട്ടിലുണ്ട്. അത് എഴുന്നേറ്റിട്ട് കുറച്ച് സമയം ചൂടുവെള്ളമൊക്കെ കുടിച്ച് സിറ്റൗട്ടിൽ വന്നിരിക്കുമായിരുന്നേ. നമ്മുടെ ഇവിടെ ആലപ്പുഴയിലൊക്കെ ആണെങ്കിൽ അതേ നല്ല മഴയാണ്. രാവിലെ തുടങ്ങിയതാണെന്ന് വെച്ചാൽ അപ്പുറം കാണാൻ പറ്റാത്ത പോലത്തെ മഴയായിരുന്നേ. അങ്ങനെ കുറച്ച് സമയം മഴയൊക്കെ കണ്ട് ചൂടുവെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്നിട്ട്, അപ്പോൾ ഉള്ളിലേക്ക് എന്തെങ്കിലും ചെല്ലണമെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല. അങ്ങനെ നേരെ ഇതേ അടുക്കളയിൽ കയറി. അപ്പോൾ രാവിലത്തേക്ക് ഇന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെയാണെങ്കിൽ കറണ്ടൊക്കെ വന്നും പോയൊക്കെ നിൽക്കുമ്പോൾ എനിക്കും മടുപ്പായി തുടങ്ങി. പിന്നെ ഞാൻ കരുതി സാധാ ദോശയും കിഴങ്ങിൻ്റെ കറിയും മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന്. കറണ്ടാണെങ്കിൽ വന്നും പോയി അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. ഇത് ഈ വീഡിയോയിൽ തന്നെ കാണാം. അത് നമ്മളോട് ഒത്തിരി ഇഷ്ടമുള്ളവരൊക്കെ പറയാറുണ്ട് ഡെയിലി ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇടുന്നു. പക്ഷേ എന്തൊക്കെയൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതൊന്നും നടക്കാറില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ലോങ് വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മാതാവിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫ് ആകാം. ചേട്ടനെ ഞാൻ പിന്നെ രാവിലെ തന്നെ വിളിച്ച് എണീപ്പിക്കാനൊന്നും പോയില്ല. കാര്യം കുറച്ച് സമയം കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചേ. പിന്നെ ജോലിയൊക്കെ ഇല്ലാത്തപ്പോഴല്ലേ ഇങ്ങനെ രാവിലെ കുറച്ച് സമയമൊക്കെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആൾ തന്നെത്താനെ എണീറ്റ് വന്നോളും. അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ സെറ്റായി. ദോശയും കിഴങ്ങിൻ്റെ കറിയും പിന്നെ ഇതേ മുളക് ചമ്മന്തി. ഇവിടെ അങ്ങനെ കിഴങ്ങിൻ്റെ കറി വെക്കാറില്ല ദോശയുടെ കൂടെ. ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാറാണേ. അപ്പോൾ ഇന്ന് ഞാൻ മസാല ദോശ എന്നൊക്കെ പറഞ്ഞ് നിന്നുകൊണ്ടാണ് കിഴങ്ങെടുത്ത് അരിഞ്ഞത്. പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ വെക്കാം. പിന്നെ ഒരു 8:30 ആയപ്പോൾ ചേട്ടൻ എഴുന്നേറ്റ് വന്ന് ഞങ്ങൾ രണ്ടുപേരുമായിട്ടിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും രാത്രിയിലത്തെ ഡിന്നറും എപ്പോഴും ഒരുമിച്ച് തന്നെ കഴിക്കാറുള്ളത്. ഉച്ചയ്ക്ക് പിന്നെ അങ്ങനെ പറ്റാറില്ല. ജോലിക്കൊക്കെ പോകുമ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണല്ലോ. അത് കാരണം രാവിലെയും രാത്രിയും ഞങ്ങളങ്ങനെ മിസ് ചെയ്യാറില്ല. അങ്ങനെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ ചേട്ടനൊന്ന് താടി മുടിയൊക്കെ ഷേപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുമായിരുന്നേ. അപ്പം ഇപ്പോൾ ഒരു മാസമായി അത് ചെയ്തിട്ട്. കാര്യം ചേട്ടയുടെ പള്ളിയിലെ പെരുന്നാളിന് ചെയ്തതാണ്, പിന്നെ ചെയ്തിട്ടില്ല. ഞാനും കൂടെ ചാടി ഇറങ്ങിയിട്ടുണ്ടേ. ഞാൻ അപ്പുറത്തെ കട വരെ പോകുന്നുള്ളൂ. നമുക്ക് മാതാവിനെ വൈകിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് കത്തിക്കാനായിട്ടുള്ള മെഴുകുതിരിയൊക്കെ വാങ്ങിക്കണം. പിന്നെ കുറച്ച് മുട്ടയൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണേ. അതേ തിരി ഇവിടുന്ന് കിട്ടി. ഈ ഒരു പാക്കറ്റിലൊരു 10-25 പീസ് തിരിക്ക് മേളിലുണ്ട്. ഞങ്ങളുടെ ഇവിടെയാണെങ്കിൽ ഇതേ റോഡൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുവാണ്. പുതിയ റോഡ് പണിയാനാണെന്നൊക്കെയാണ് പറയുന്നത്. ഇനി എപ്പോൾ തീരുവെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ അതേ നമ്മളുടെ വീടാണെങ്കിൽ നീ അവിടെ നിന്നൊരു ചേച്ചി നടന്നു വരുന്നത് ഇപ്പോൾ കാണാവേ. ആ ചേച്ചി നടന്നു വരുന്ന സ്പോട്ടിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരാവുന്നതേ ഉള്ളൂ എനിക്ക്. പിന്നെ ചേട്ടൻ ഇങ്ങോട്ട് വന്നല്ലേ എന്ന് കരുതി കൂടെ പോകുന്നതാണേ. അപ്പോൾ അതേ അവിടെ ചെന്നപ്പോൾ കണ്ടതാണ് ഇഞ്ചി അച്ചാറും പിന്നെ ഗാർലിക്കിൻ്റെ അച്ചാറും. അങ്ങനെ ചേട്ടൻ വന്നാൽ പിന്നെ അതുകൂടെ വാങ്ങിച്ചു. എനിക്ക് അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും വാങ്ങി വീട്ടിൽ വന്നതേ മുട്ട പൊട്ടിച്ചൊഴിച്ച കറിയൊക്കെ സെറ്റാക്കി. ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയൊക്കെ അപ്പോൾ ഇവിടെ കഴിഞ്ഞതേ ചോറും കറിയും എല്ലാം സെറ്റാക്കി വെച്ച് ചേട്ടയാണെങ്കിൽ ഇതേ ആ സമയത്ത് പരുത്തിക്കുരുവൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ ചേട്ടയുടെ വീട്ടിലോട്ട് പോയതാണേ. കാര്യം അവിടെ അപ്പ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കൊണ്ട് ചെല്ലണമെന്ന്. അവിടെ ആടുണ്ട്, ആടിന് കൊടുക്കാനായിട്ടാണ്. അങ്ങനെ അതൊക്കെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ അവിടെ നേരെ സലൂണിലേക്ക് പോയേ. ചേട്ടയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇവിടെ തന്നെയാണ് പോകാറുള്ളത്. കാര്യം ചില ആൾക്കാർക്ക് സ്ഥിരം പോയി ചെയ്യുന്നിടത്ത് തന്നെ വന്ന് ചെയ്താലല്ലേ ഒരു തൃപ്തി വരത്തുള്ളൂ. കാടും പടലമൊക്കെ വെട്ടിത്തെളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി. ഇത്തവണ താടി നല്ല പറ്റയാണ് ഷേപ്പ് ചെയ്തത്. ഞാനാണെങ്കിൽ ഇത് ആ സമയത്ത് ഇവിടെ മുറ്റമൊക്കെ ഒന്ന് തൂത്തുവാരി ഇടുമായിരുന്നേ. കാര്യം രാവിലെ നല്ല മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. മഴയൊക്കെ ഒരുവിധം തോർന്നപ്പോഴത്തേക്ക് മൊത്തത്തിലൊന്നും ക്ലീൻ ആക്കുമായിരുന്നേ. അപ്പോൾ അതേ നമ്മുടെ ജാക്കി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി പൂച്ച ഇരിക്കുന്നുണ്ട്. അതിവിടെ അനിയത്തി വളർത്തുന്നതാണേ. പിന്നെ നമ്മൾ വീഡിയോസ് ഇടുന്ന ടൈം മാറ്റിയിട്ടുണ്ടായിരുന്നു. രാവിലെ 11 AM ആക്കിയായിരുന്നേ. കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണാത്തവർക്കായിട്ട് പറഞ്ഞതാണേ. മാതാവിനെ കൊണ്ടുവരുമ്പോൾ വെക്കാനുള്ള ടേബിളൊക്കെയാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതേ പുറത്ത് നമ്മുടെ മതിലയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഇതേ മഴയും പൊടിച്ചു തുടങ്ങി. നമ്മുടെ തൊട്ട് പുറകിൽ കണ്ട വീടില്ലേ, അവിടെയാണ് മാതാവിനെ വെക്കുന്നത്. അങ്ങനെ ദേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചേട്ടായിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. ഇപ്പം 4 മണിയായി ചേട്ടായി വന്നപ്പോൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ സലൂണിലെ ചേട്ടൻ വന്നപ്പോൾ ലേറ്റ് ആയായിരുന്നേ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ 4:30 ആയി ചോറ് കഴിച്ചപ്പം മുട്ട പൊട്ടിച്ച കറിയും പിന്നെ ഇഞ്ചിക്കറിയും മുളക് ഉടച്ചതും കരികണി വറുത്തതും ഒക്കെ ആയിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് പിന്നെ അത് ഞങ്ങൾ മാതാവിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ തിരിയൊക്കെ കത്തിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുവാണ്. അതാകുമ്പോൾ കത്തിക്കാനായിട്ട് എളുപ്പമാണല്ലോ. ചേട്ടയാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അത് പുള്ളി കണ്ടാൽ ഉറപ്പായിട്ട് വന്ന് അതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്നെ സഹായിക്കാറുണ്ട്. അങ്ങനെ ദേ വന്നതാണ് ഞാനും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ദേ റെഡി ആയിട്ട് മാതാവിനെ എടുക്കാനായിട്ട് പോവുകയാണ്. അമ്മ എനിക്ക് ഓണത്തിന് തയ്ച്ച് തന്ന പട്ടുപാവാടയൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ ദേ നമ്മൾ റാലിയായിട്ട് മാതാവ് ഇപ്പോൾ ഇരിക്കുന്ന വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് എടുക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടവകപ്പള്ളിയിലെ മാതാവിനെ കൊണ്ടുവരലല്ലേ. ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് സമൂഹത്തിൻ്റെ കൂടെ ഞങ്ങൾ പോയതാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ പൂങ്കാവ്, ഓമനപ്പുഴ, ചെട്ടിക്കാട് ഈ 3 സ്ഥലത്തെയും ഉണ്ണീശോനെയും മാതാവിനെ ഒക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. കാര്യം ഈ ഏരിയയിൽ ചുറ്റി നടുക്കായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. അങ്ങനെ ദേ മാതാവിനെ എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ തൊട്ടയൽവക്കത്തെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ പ്രാർത്ഥനയും ഉച്ചയ്ക്കത്തെ ഫുഡും എല്ലാം അപ്പുറത്തുനിന്ന് തന്നെ ആയിരിക്കുമേ. ഉച്ചയ്ക്കത്തെ ഫുഡ് താമസിച്ച് കഴിച്ച കാരണം വിശപ്പൊന്നും ഇല്ലായിരുന്നേ. അത് കാരണം രാത്രിയിൽ വേറെ ഒന്നും കഴിക്കാൻ
നിന്നില്ല, ഓരോ ചായ ഇട്ട് കുടിക്കാനായിട്ടുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ ഉറങ്ങാനായിട്ട് പോവുകയാണ്. നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലേ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.